എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ബീഫൊക്കെ വെക്കുന്ന പോലെ ഒരു ചിക്കൻ വരട്ട് റെഡിയാക്കി എടുത്താലോ. സവാള ഒന്നും വഴറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല, എന്നാൽ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 750 ഗ്രാം ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സവാള ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 2 തണ്ട് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് കുരുമുളക് പൊടി ഉണ്ടാവും. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, വളരെ പെട്ടെന്ന് സംഗതി കഴിയുകയും ചെയ്യും. ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് തിളക്കുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ഒട്ടും വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കേണ്ട. പിന്നീട് വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ച് കൊടുക്കണം. പിന്നെ ചെറിയ തീയിലിടണം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ഡ്രൈ ആവുകയോളും നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്ക് ആവുകയോളും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടാണ്. ഒരുപാട് സമയം കിച്ചണിലിരിക്കാതെ പെട്ടെന്ന് ജോലി തീർക്കണം എന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.